ഭാരപ്പെടുന്ന, നാളുകളായിട്ട് വീർപ്പ് മുട്ടിക്കുന്ന ആ വലിയ വിഷയത്തിനകത്ത് ഞാൻ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ദൈവപ്രവൃത്തി, ഒരപ്രതീക്ഷിതമായ വിജയം സ്വർഗത്തിലെ ദൈവം നൽകി തരാൻ പോകുന്നു. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാനും പ്രാർത്ഥിപ്പാനും സ്വർഗത്തിലെ ദൈവം ഈ പ്രഭാതം നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുകയാണ്. പ്രാർത്ഥനയോടെ 1 ശമൂവേലിൻ്റെ പുസ്തകം അതിൻ്റെ 17-ാമത്തെ അധ്യായം 52-ാമത്തെ വാക്യം. ഇസ്രായേലിനും യഹൂദിയരും പുറപ്പെട്ട് ആർത്തും കൊണ്ട് ഗത്തും എക്രോൻ വാതിലുകളും വരെ ഫെലിസ്ത്യരെ പിന്തുടർന്നു. ഫെലിസ്ത്യ ഹതന്മാർ ശൈരീമിനുള്ള വഴിയിൽ ഗത്തും എക്രോനും വരെ വീണ് കിടന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഭാഗം നമുക്ക് നല്ലവണ്ണം അറിയാവുന്നതാണ്. ഏതൊരു കൊച്ചു കുഞ്ഞിനും അറിയാവുന്ന ഒരു ബൈബിളിലെ സംഭവ കഥയാണ് ദാവീദും ഗോലിയാത്തും. 40 ദിനരാത്രങ്ങളായിട്ട് ഗോലിയാത്ത് വന്ന് വെല്ലുവിളിക്കുകയാണ്. അവൻ മല്ലനാണ്. മറ്റുള്ളവരിൽ നിന്നൊക്കെ ശാരീരികമായിട്ടൊക്കെ ഒത്തിരി പ്രത്യേകതകൾ അവനുണ്ട്. അവൻ്റെ ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അഭിഷേകം നഷ്ടപ്പെട്ട ശൗലിനെ പോലെയുള്ളവർ, കയ്യിൽ അധികാരമുണ്ട്, ആയുധമുണ്ട്, സിംഹാസനമുണ്ട്, കിരീടമുണ്ട്, എല്ലാമുണ്ട്. എങ്കിലും അവൻ്റെ ശബ്ദം കേട്ട് ഭയപ്പെടുന്ന ആ സന്ദർഭത്തിലാണ് ദാവീദിനെ 40-ാമത്തെ ദിവസം സ്വർഗത്തിലെ ദൈവം, അഭിഷേകം ചെയ്ത ദൈവം, അവൻ്റെ അഭിഷേകത്തെ വെളിപ്പെടുത്താനുള്ള ഒരു അവസരമാക്കി ഈ വിഷയത്തെ മാറ്റുന്നത്. ദാവീദ് ഗോലിയാത്തിനെ കണ്ട് ഭയപ്പെട്ടില്ല. ബാക്കി എല്ലാവരും ഭയപ്പെടുമ്പോൾ അവൻ പറയുക, ഇതിനെക്കാട്ടി വലിയ സിംഹം, ഇവനെക്കാട്ടി വലിയ കരടി കാട്ടി ഞാൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ആടിനെ തൊടാൻ തുടങ്ങിയപ്പോൾ, എൻ്റെ ആടിനെ പിടിച്ചപ്പോൾ, ആടിനെ അതിൻ്റെ വായിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഈ ഗോലിയാത്തൊന്നൊരു വിഷയമല്ല എന്ന് പറഞ്ഞ് നിയോഗത്തോടുകൂടെ മുമ്പോട്ട് പോകുന്ന നമുക്ക് കാണുവാൻ കഴിയും. പ്രിയരെ, എന്താ സംഭവിച്ചത് നമുക്കറിയാം. ശൗൽ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ശൗലിൻ്റെ കൂടെ ഉള്ളവരും ഒരിക്കലും വിചാരിച്ചില്ല. കാരണം അവരെല്ലാവരും അഭിഷേകം നഷ്ടപ്പെട്ടവരാണ്. അഭിഷേകം ഉള്ളവരെപ്പോഴും ആത്മമനുഷ്യനെ കാണും. ദൈവകൃപയുള്ളവരെപ്പോഴും ദൈവികമായിട്ടുള്ള രീതിയിലാണ് കാണുന്ന വിഷയങ്ങളെ. അഭിഷേകം നഷ്ടപ്പെടുത്തിയവരും ജഡത്തിൽ സഞ്ചരിക്കുന്നവരും ലോകപ്രകാരം മാനുഷികമായിട്ട് കാര്യങ്ങളെ വിലയിരുത്തുന്നവരൊക്കെ പുറമെയുള്ള തടസ്സങ്ങളെയാണ് കാണുന്നത്. ഞാൻ നിങ്ങൾ പുറമെയുള്ള പ്രതികൂലങ്ങളെ, തടസ്സങ്ങളെ കണ്ട് ഭാരപ്പെട്ട് മുന്നോട്ട് നീങ്ങരുത്. ആ പ്രതികൂലത്തിൻ്റെ നടുവിലും ഒരു ദൈവിക വിടുതലിൻ്റെ വഴിയുണ്ടെന്ന് ആത്മാവി ഗ്രഹിച്ച് അതെൻ്റെ മുന്നിൽ കാണിക്കണമേ എന്ന് പ്രാർത്ഥനയോടെ മുന്നോട്ട് നീങ്ങിയാൽ നിശ്ചയമായിട്ട് മറ്റുള്ള ആരും കാണാത്ത ഒരു ദൈവിക വഴിയും വാതിലും നമ്മൾ കാണാനിടയായിത്തീരും. തോട്ടിൽ നിന്ന് പിറക്കിയെടുത്ത് 5 കല്ലുമായിട്ട് കവണയുമായിട്ട് ദാവീദ് പോകുമ്പോൾ അവനുള്ള ആകെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, കാട്ടിൽ എന്നെ ജയിപ്പിച്ച ദൈവം ഇവിടെയും ജയിപ്പിക്കും. കാട്ടിൽ എൻ്റെ കൂടെ എന്നെ സഹായിച്ച ദൈവം ഈ മല്ലനെ പരാജയപ്പെടുത്തുവാൻ എന്നെ സഹായിക്കും. കാരണം ഞാൻ യുദ്ധം ചെയ്യുന്ന എനിക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഈ സംഘമെല്ലാം അറിവാനിടവരും യുദ്ധം യഹോവയ്ക്കുള്ളത്. ഗോലിയാത്ത് ശപിച്ചുകൊണ്ട് ദാവീദിൻ്റെ നേരെ കടന്നു വരുമ്പോൾ ദൈവനാമത്തിൽ ദാവീദ് അവൻ്റെ നേരെ ചെന്ന് ഒറ്റയേറിന്, ഏറല്ല അവനെ വീഴ്ത്തിയത്, ദൈവം അവനെ വീഴ്ത്തിയത്. പക്ഷേ അതിന് അഭിഷേകത്തിൻ്റെ ഒരു എഫർട്ട് ആവശ്യമാണ്. നമ്മുടെ ഒരു സ്തോത്രം ചില കാര്യങ്ങൾക്ക് ആവശ്യമാണ്. നമ്മുടെ ചില പ്രാർത്ഥന ചിലതിനാവശ്യമാണ്. നമ്മുടെ ചില സമർപ്പണം ചിലതിനാവശ്യമാണ്. വിശ്വാസത്തോടെ വെക്കേണ്ട ചില സ്റ്റെപ്പുകൾ ദൈവത്തിന് ആവശ്യമുണ്ട്. അത് ചെയ്താൽ ബാക്കി ദൈവം ചെയ്തോളൂ. പലപ്പോഴും നാം ചെയ്യേണ്ടത് നാം ചെയ്യാതെ അതും കൂടെ ദൈവം ചെയ്യണമെന്ന് പറയുന്നത് കൊണ്ടാണ് പല വിടുതലുകളും വൈകുന്നത്, പല വിടുതലുകളും നീണ്ടുപോകുന്നത്. എന്നാൽ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മ നമ്മളെ ഓർപ്പിച്ചുണർത്തുമ്പോൾ ഒന്നുകൂടെ നമുക്ക് സമർപ്പിക്കാം. നോക്കിയേ, ആ വിഷയത്തിനകത്തൊരു അപ്രതീക്ഷിതമായ വിജയം ദൈവം നൽകുകയാണ്. മല്ലൻ വീണപ്പോൾ എന്താ സംഭവിച്ചത്? ഇപ്പോൾ വായിച്ച കുറിവാക്യം, ഗത്തും എക്രോനും വരെയുള്ള വഴിയിൽ വീണ് കിടന്നു. കേട്ടോ,
ഫെലിസ്ത്യർ മുഴുവനും, ഫെലിസ്ത്യ ഹതന്മാർ വീട് കടന്നു. ദൈവം എൻ്റെ നിങ്ങളുടെ മുമ്പിലുള്ള വിഷയത്തിൻ്റെ ശിഖരത്തെ അല്ല വെട്ടാൻ പോകുന്നത്, വൃക്ഷത്തിൻ്റെ ശിഖരത്തെ അല്ല വെട്ടാൻ പോകുന്നത്, അതിൻ്റെ വേരിനെ ദൈവം തൊടും. വേര് വീണാൽ നിലം പൊത്തേണ്ടതെല്ലാം നിലം പൊത്തിയിരിക്കും. ഞാൻ പറഞ്ഞത് നിങ്ങളെ ശ്രദ്ധിച്ചോ? വേര് വീണ, മറഞ്ഞു കിടക്കുന്ന വൃക്ഷത്തിൻ്റെ വേര് വീണാൽ വൃക്ഷം നിലം പൊത്തും. അത് സംഭവിക്കും കേട്ടോ. ഒരപ്രതീക്ഷിത വിജയം. ആമേൻ. ഒരപ്രതീക്ഷിതമായ വിജയം ആ വിഷയത്തിനകത്ത് ദൈവം തരും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവ്, വളരെ വ്യക്തമായിട്ട് അങ്ങ് ഞങ്ങളോട് സംസാരിച്ച്, ആഴമായിട്ട് ഞങ്ങളോട് സംസാരിച്ച്, ഹൃദ്യമായിട്ട് അങ്ങയുടെ ഇടപെടിയിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ഈ വചനത്തിൻ്റെ ഡെലിവറൻസ് കടന്നു ചെല്ലണം. ഈ വചനത്തിൻ്റെ നീതി വെളിപ്പെടുത്തി കൊടുക്കണം. ഈ വചനത്തിൻ്റെ കരുതൽ, പ്രൊട്ടക്ഷൻ, സംരക്ഷണം കൊടുത്ത് മാനിക്കണം. ഇന്നലകളിൽ നിന്നെ അനുഭവിച്ചിടത്ത്, തല കുനിഞ്ഞിടത്ത് ആത്മാഭിമാനത്തോടുകൂടെ തല ഉയർത്തുന്ന അഭിഷേകത്തിൻ്റെ പ്രവൃത്തി കാണാൻ സഹായിക്കും. മഹത്വം അവിടുന്ന് എടുക്കണേ, യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.